പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. ഒരിമ പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴൻ ആയി. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. വോയിസ് ഓഫ് ലവില് ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി 11:31. ഒന്ന് വായിച്ചാട്ടെ. തേരഹ് തൻ്റെ മകനായ അബ്രാമിനെയും ഹാരാൻ്റെ മകനായ തൻ്റെ പൗത്രൻ ലോത്തിനെയും തൻ്റെ മകനായ അബ്രാമിൻ്റെ ഭാര്യയായി മരുമകളായ സാറായിയും കൂട്ടി കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു. അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു. പലപ്പോഴും നമ്മൾ അബ്രഹാം കനാനിലേക്ക് പോകാൻ തിരിച്ച കാര്യമാണ് സംസാരിക്കാറുള്ളത്. പക്ഷേ ഉൽപ്പത്തി 11 അവസാനത്തിൽ കനാൻ എന്നുള്ള ഒരു വിഷൻ കിട്ടിയത് അബ്രഹാമിനല്ല, അബ്രഹാമിൻ്റെ പിതാവായ തേരഹിനാണ്. ആ തേരഹാണ് കനാനിലേക്ക് പുറപ്പെട്ടത്. ആ യാത്രയിൽ സഹയാത്രികനായിരുന്നു തേരഹിൻ്റെ മകനായ അബ്രഹാം. അപ്പനെ എന്തിനായി ഇറങ്ങിത്തിരിച്ചെന്ന് അറിയാവുന്നൊരു മകൻ. പക്ഷേ യാത്ര ചെയ്ത് കനാനിലേക്കുള്ള യാത്രയിൽ ഹാരാനിലെത്തിയപ്പോൾ അവിടെ അങ്ങ് പാർത്തു, അവിടെ അങ്ങ് സെറ്റിലായി. പിന്നെ അടുത്ത വാക്ക് പറയുന്നത് അവിടെ വെച്ച് അവനങ്ങ് മരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇറങ്ങിത്തിരിച്ചത് കനാന് വേണ്ടിയാണ്, പക്ഷേ ഹാരാനിലെത്തിയപ്പോൾ സ്റ്റക്കായി. ആമേൻ. നിങ്ങൾ ചില വലിയ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരായിരിക്കാം. നിങ്ങളുടെ ഉള്ളിൽ ആ ഇറങ്ങിത്തിരിച്ചതിനെ കുറിച്ചൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അതായിരിക്കണം എപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തി. അബ്രഹാമിൻ്റെ പിതാവ് തേരഹ് കനാനിലേക്ക് ഇറങ്ങി പച്ചപ്പ് കണ്ട് ഹാരാനിൽ ഒതുങ്ങിപ്പോയി. സ്തോത്രം. എന്നാൽ ഇന്ന് നിങ്ങളോട് ദൂത് പറയുന്നു, നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് എവിടെയെങ്കിലും സ്റ്റക്കായിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പുറത്തു വരിക. നിങ്ങൾ ഹാരാനിലേക്ക് അല്ല വന്നത്, നിങ്ങൾ കനാനിലേക്കാണ് വന്നത്. എന്നാൽ ഇടവഴിയിൽ നിങ്ങളെ നിർത്തിയത് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ മനസ്സുണ്ടെങ്കിൽ അടുത്തൊരു യാത്ര നിങ്ങൾക്കുണ്ട്. ലക്ഷ്യത്തിൽ എത്താതെ വേറെയൊന്നും സ്റ്റക്കാകരുത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ വചനം തരുമ്പോൾ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പലരും പലത് കണ്ട് ഇടയിൽ സ്റ്റക്കായിട്ടുണ്ട്. ഇറങ്ങിത്തിരിച്ചത് വേറെ ഒന്നിന്, എത്തി നിൽക്കുന്നത് മറ്റൊന്നിലും. എന്നാൽ ഇന്ന് കർത്താവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, അത് വേണ്ട. നിങ്ങൾ ഒരു തേരഹാകാനുള്ളതല്ല, നിങ്ങളുടെ മേലുള്ളൊരു വിളി അബ്രഹാം ആകാനുള്ളതാണ്. സ്തോത്രം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ നിങ്ങളെ വലയ്ക്കുന്ന പ്രശ്നങ്ങൾ മാറിപ്പോകട്ടെ. ലക്ഷ്യത്തിൽ നിന്നെ മറയ്ക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നിന്നെ ഇറങ്ങിയതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്ന പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് ഇടയിൽ സ്റ്റക്കായിരിക്കുന്നവരെ തിരിച്ചു വരിക. പ്രാർത്ഥന ജീവിതം തുടങ്ങിയിട്ട് ഇടയിൽ സ്റ്റക്കായിരിക്കുന്നവരെ തിരിച്ചു വരിക. ആരാധന ജീവിതം തുടങ്ങിയിട്ട് ഇടയ്ക്ക് സ്റ്റക്കായവരെ തിരിച്ചു വരിക. യേശുവിൻ്റെ നാമത്തിൽ ഒരിടത്തും സ്റ്റക്കാകരുത്. എന്തിനു വേണ്ടി ഇറങ്ങിയോ അവിടെ എത്തുന്നവരെയും മറ്റൊന്നിനകത്ത് കുടുങ്ങരുത്, എത്തിയാലും കുടുങ്ങരുത്. ആമേൻ. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ
ജീവിതത്തിനകത്ത് ഇടവഴിയിൽ നിൽക്കാനുള്ളവനല്ല നിങ്ങൾ, ലക്ഷ്യത്തിലെത്താനുള്ളതാണെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് വീണ്ടും ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. പൗലോസിനെ പോലെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൻ്റെ വിളിയിലേക്ക്, പരമവിളിയിലേക്ക് ഞാൻ ഓടുകയാണ്. മറ്റൊന്നും എൻ്റെ ലക്ഷ്യമല്ല. അതുകൊണ്ട് ലക്ഷ്യത്തിൽ നിന്ന് കണ്ണുകൾ തിരിക്കാതെ ലക്ഷ്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആകുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയും. കർത്താവിയുടെ കണ്ണുകൾ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കാൻ, ഞങ്ങളേൽപ്പിച്ച വിളിയിലായിരിക്കാൻ, ഞങ്ങളേൽപ്പിച്ച ദർശനത്തിലായിരിക്കാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കി കർത്താവ് ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന ലാക്കിലേക്ക് ഓടുവാൻ, ലക്ഷ്യത്തിലേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെയും ഈ കുടുംബത്തെയും അവരുടെ എല്ലാ സാഹചര്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് കർത്താവ് എത്തുവാൻ കഴിയാതെ വണ്ണം അവർ തടസ്സമിടുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. അവർ എഴുന്നേൽക്കട്ടെ, അവർ മുമ്പോട്ടേക്ക് പോകട്ടെ, അവരുടെ ഓട്ടം സ്ഥിരതയുള്ളതായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇടവഴിയിൽ സ്റ്റക്കായിരിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പുറത്തു കൊണ്ടുവരുന്നു. അവർ പുറത്തു വരട്ടെ കർത്താവേ. അവർ എന്തിനിറങ്ങിയോ അതിലേക്ക് അവരെത്തിക്കാതെ അവരെ വലച്ചു കളഞ്ഞ, അവരെ തകർത്ത് കളഞ്ഞ, അവരെ കുഴച്ചു കളഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇടവഴിയിൽ സ്റ്റക്കായി തീർന്ന എല്ലാ പ്രോബ്ലങ്ങൾ, രോഗങ്ങൾ, അതിനെല്ലാം ഞങ്ങൾ ശാസിക്കുന്നു, അതിനെ പൊട്ടിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ സൗഖ്യമായിരിക്കട്ടെ, ആരോഗ്യത്തോടിരിക്കട്ടെ, ബലത്തോടിരിക്കട്ടെ. അവർ വീണ്ടും യാത്ര തുടങ്ങട്ടെ, അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനം നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജശേലപ്പറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജശേലപ്പറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.